ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ചെറിയൊരു മിറർ വർക്കാട്ടോ ചെയ്യാൻ പോണത്. ചെറിയൊരു കുഞ്ഞ് കണ്ണാടി ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അത് വെച്ച് നമുക്ക് അടിപൊളി ഒരു കണ്ണാടി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അതിനെടുത്തിരിക്കുന്ന കാർഡ്ബോർഡ്, നമ്മളെല്ലാവരും വീട്ടിലും കേക്ക് വാങ്ങാറുണ്ട്. അപ്പോൾ ആ കേക്കിൻ്റെ അടിഭാഗത്തിൽ കാർഡ്ബോർഡാണ് ഇട്ടത്. ചിലപ്പം സ്ക്വയറും റൗണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും അത് വെച്ചിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. വെറുതെ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല. കത്തിച്ചൊന്നും നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളെ വീട് മനോഹരമാക്കാം നമുക്ക് പറ്റും കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണാടിയൊക്കെ ഏകദേശം ഒരു 60 രൂപ ഏകദേശം വീഴുള്ളൂ കേട്ടോ. നമുക്കിങ്ങനെ റൗണ്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കണ്ണാടിക്കടയിലൊക്കെ പോയിട്ട് അവരോട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മുറിച്ച് തരാറുണ്ട് കേട്ടോ എനിക്ക്. അപ്പം അങ്ങനെ ഞാൻ ആ റൗണ്ടിൽ കാർഡ്ബോർഡിൽ എന്താ പറയുക ഹോളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് അതിന് ചുറ്റും കുറച്ച് ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റ് ഒന്ന് അടിക്കണം. അപ്പം ഞാൻ ബ്രഷ് കൊണ്ടല്ല ചെയ്തിരിക്കുന്നത്, സ്പോഞ്ച് കൊണ്ടാണ് കേട്ടോ. സ്പോഞ്ച് ആകുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് ബ്ലാക്ക് കളർ കാണും. ബ്രഷ് ആകുമ്പം ഒരു വര പെടും കേട്ടോ. അതുകൊണ്ട് അത് ഉപയോഗിച്ചില്ല. പിന്നെ നമ്മൾ കണ്ണാടി സെറ്റ് ചെയ്യണത് നടുക്ക് നമ്മൾ പശ കൊടുക്കണത് ഫെവി ബോണ്ടാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഫെവിക്കോൾ ആയാലും കുഴപ്പമില്ല. പിന്നെ പശ കണ്ണാടിയിൽ ഒട്ടിക്കുന്ന ഒരു പശ ഉണ്ട് കേട്ടോ, അതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് ഫെവി ബോണ്ടാണുള്ളത്, അപ്പോൾ അത് ഉപയോഗിച്ചു. നല്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കൂടെ എൻ്റെ മോളും ഉണ്ട് കേട്ടോ. അവൾ എൻ്റെ കൂടെ നിൽക്കും. ഞാൻ ഒട്ടിക്കാം അമ്മ, ഞാൻ ഒട്ടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കുഞ്ഞി അതിന് ചുറ്റും കണ്ണാടി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ചെറിയ കുഞ്ഞു കണ്ണാടികളൊക്കെ ഞാൻ വാങ്ങിയിരിക്കുന്നത് മീഷോന്നാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ അതിൽ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു 10 ടൈപ്പോളം മിറർ അതിൽ നിന്ന് വാങ്ങി കേട്ടോ. ഇതൊക്കെ അതിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ റൗണ്ട് ഒന്ന് നമുക്കൊന്ന് നല്ല ക്ഷമ വേണം കേട്ടോ. ഒരുപാട് ടൈം എടുക്കും, മെല്ലെ മെല്ലെ ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു റൗണ്ട് ഏകദേശം ഫിനിഷ് ആവാനായിട്ടാണ്. അപ്പം മോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഞാനും ചെയ്യാം പറഞ്ഞിട്ട് ശരി എന്നാൽ ഒന്ന് വെച്ചോളൂ പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ അവളും വെച്ച് തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ണാടി വർക്ക് ചെയ്യാൻ. എന്താ അറിയില്ല കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ വലിയ എന്താ പറയുക ഒരു 12 സെൻറ്റിമീറ്റർ അത്ര വലിപ്പമില്ലൊക്കെ ഒരു കണ്ണാടികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് എനിക്ക് ഓഫറും അതേപോലെ എനിക്ക് ഒരുപാട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതും വലിയ വലിയ കണ്ണാടികളാണ് കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ നെറ്റിപ്പട്ടൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ആലവട്ടം ചെയ്തിട്ടുണ്ട്. ആലവട്ടം ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം. എന്നിട്ട് അതിലൊന്ന് നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വർക്കുകളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് ചുറ്റും വീണ്ടും രണ്ടാമതൊരു റൗണ്ടും കൂടി കൊടുക്കുകയാണ് കേട്ടോ, മിറർ തന്നെ. അപ്പം അങ്ങനെ ജസ്റ്റ് എല്ലായിടത്തും കൂടി പശയൊക്കെ തേച്ച് ഞാൻ ഈ പശക്കുപ്പി നമ്മൾ ഡ്രസ്സിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ സാരിയിലൊക്കെ ഒരു തരം ഞാൻ മുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരുടെയും ഏകദേശം ഒരു 3 റൗണ്ട് മിറർ വർക്ക് ഒട്ടിക്കാനായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു. കറക്റ്റായിട്ട് എനിക്കത് ആവും ചെയ്തു കേട്ടോ. അപ്പോൾ 2ാം റൗണ്ട് ഏകദേശം ഫിനിഷായി വരുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന്. കാരണം എനിക്ക് കറുപ്പിൽ നമ്മൾ കറുപ്പിന് 7 അഴകാന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. കറുപ്പിൽ നമ്മളൊരു കണ്ണാടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് സൂപ്പറാവുമെന്ന് എൻ്റെ മനസ്സിന് തോന്നിയിട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്ക്വയറിലൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കണേ. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ 2ാം റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനല്ലേ ഇപ്പം തന്നെ. ഞാൻ ആദ്യം വിചാരിച്ചു 2 റൗണ്ട് മതിയെന്ന്. പിന്നെ ഒന്നും കൂടി നോക്കിയപ്പോൾ ശരി ഈ ഗ്യാപ്പിൽ ഒന്നും കൂടി കൊടുത്താൽ ഒന്നും കൂടി ഭംഗിയാവുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാമതും ഞാൻ 3ാമതും ഒരു റൗണ്ടും കൂടി കൊടുക്കുകയായിട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ ജസ്റ്റ് എല്ലായിടത്തും പശയൊക്കെ ഒന്നും കൂടി ചെയ്ത് കൊടുത്തു. അപ്പം അങ്ങനെ നമ്മൾ 3ാമത്തെ റൗണ്ടും ഏകദേശം വെച്ച് തുടങ്ങുകയാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ ചുമരിലൊക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് കുറച്ച് എനിക്ക് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ അധികം ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാറ്. എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കത്തെ കുറച്ച് സമയം ഏകദേശം ഒരു മണിക്കൂർ മതി കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കഷ്ടി 1 മണിക്കൂർ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഞായറാഴ്ച ചെയ്ത വർക്കാണ് ഇട്ടത്. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഷോർട്സിൽ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്യണതൊരു വീഡിയോ ഇടുക പറഞ്ഞിട്ടായിരുന്നു.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ.